ഭാഗ്യലക്ഷ്മി, അങ്ങേയെപ്പോലെ തന്നെ ഇത്തരത്തിലുള്ള സിനിമയിൽ, പ്രത്യേകിച്ച് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്ന അതിഥികളിൽ, ആദ്യം പ്രതികരണം തേടുന്ന ആളുകളിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം വരെയും മാലാ പാർവതി എന്നതിൽ ഒരു സംശയവുമില്ല. അങ്ങനെയാണ് മാലാ പാർവതിയുടെ പ്രതികരണം തേടുകയും ചെയ്യുന്നത്. ഇവിടെ മാലാ പാർവതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയാൻ തന്നെ വളരെ നാണക്കേട് തോന്നുകയാണ് എനിക്ക്. അത്യന്തം സ്ത്രീവിരുദ്ധവും പിന്തിരിപ്പൻ നിലപാടുമാണ് മാലാ പാർവതി സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊരു അക്രമമാണ് ഒരു അഭിമുഖത്തിലൊക്കെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിക്കൊണ്ട് മാലാ പാർവതി നടത്തുന്നത്. ഞാനും കുറെ നാളുകളായി അത് ശ്രദ്ധിക്കുന്നുണ്ട്. മാലാ പാർവതിയുടെ പല പ്രസ്താവനകളും അത് പലപ്പോഴും വളരെ അടുത്തൊരു സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അതൊരു പക്ഷേ സിനിമയിൽ കുറച്ചധികം ഇപ്പോ തിരക്കാവുന്നത് കൊണ്ട് എടുക്കേണ്ടി വരുന്ന നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ നിലപാടുകൾ മാറ്റുക എന്നുണ്ടല്ലോ, അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് മാലാ പാർവതിയുടെ ഈ അഭിപ്രായത്തിനോട് എനിക്ക് പറയാനുള്ളത്, അതൊരു തമാശയായി കാണാം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ സ്വന്തം നിലപാടാണത്. ഇപ്പൊ മാലാ പാർവതിക്ക് അതൊരു തമാശയായിരിക്കാം, പക്ഷെ എനിക്കതൊരു തമാശയാകണം എന്നില്ല. വിൻസിക്ക് അതൊരു തമാശയാകണമെന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിക്ക് അത് തമാശയാകണം എന്നില്ല. ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായ നിലപാടാണത്. ആ നിലപാട് ഇല്ലാത്ത ഒരാൾ നിലപാട് ഉള്ളവരോട് നീ ഇത്തരത്തിലുള്ള ഒരു നിലപാട് എടുക്കരുത് എന്ന് പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. മാലാ പാർവതി അത്തരത്തിൽ പുരുഷന്മാർ മാലാ പാർവതിയോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള മറുപടിയോ അല്ലെങ്കിൽ തമാശയായിട്ടോ ഒക്കെ പറഞ്ഞോട്ടെ, മാലാ പാർവതിയുടെ ഇഷ്ടം. പക്ഷേ അത് മറ്റൊരു വ്യക്തിയോട് പറയാൻ പാടില്ല. അത് പറയുന്നത് തികച്ചും സ്ത്രീ വിരുദ്ധമാണ്. ഇത്രയധികം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള, പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മാലാ പാർവതി. ആ മാലാ പാർവതിക്കൊക്കെ ഈ ഇടക്കാലത്തായിട്ട് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ആലോചിക്കാതെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളായിരുന്നു മാലാ പാർവതിയുടേത്. ഇതൊരു ആലോചിക്കാതെയുള്ള സംസാരമാണ്. കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ അങ്ങ് സൂചിപ്പിച്ച പോലെ നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് മാലാ പാർവതി എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് എല്ലാ വിഷയങ്ങളും ആ തരത്തിൽ പ്രതികരിക്കുകയും ചെയ്യാറുണ്ട് അവര്. ഇവിടെ അവർ തന്നെ പറയുകയാണ്, സ്ത്രീ ആയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പുരുഷനായാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും, കൂടെ കിടക്കാൻ വരട്ടെ അല്ലെങ്കിൽ കൂടെ ഞാനും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളണം എന്നുള്ളതാണ് മാലാ പാർവതി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ സിനിമയിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു പരാമർശം അവരുടെ ഇതിൽ നടത്തുന്നുണ്ട്. അങ്ങനെ മാലാ പാർവതി ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി സ്വയം നിലനിൽപ്പിനുള്ള ഒരു ശ്രമം കൂടിയാണ് അവർ നടത്തുന്നത്. എനിക്ക് വളരെയധികം പുച്ഛം തോന്നുന്നു ഇത്തരം വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വന്നു എന്ന് കേൾക്കുമ്പോൾ. അങ്ങനെ ഒരാൾ എന്നോടൊപ്പം കിടക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ പോട എന്ന് ഒരു തമാശ രൂപേണ ഒന്ന് തോളിൽ തട്ടി മുൻപോട്ട് പോവുക എന്ന് പറയുന്ന, അതിനെ എന്ത് വാക്കിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമേ അങ്ങനെ ഒരാൾ പറയുള്ളൂ. രണ്ടാമതൊരിക്കൽ അത് പറയാനുള്ള ഒരു ധൈര്യം നമ്മൾ കൊടുക്കാൻ പാടില്ല. ആദ്യം അത് തമാശയായിട്ട് ഒന്ന് പോടാ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. രണ്ടാമത്തെ പ്രാവശ്യം അയാൾ കുറച്ചുകൂടി ശക്തമായി പറയും. ആദ്യത്തെ തവണ ഒന്ന് പോടാ എന്ന് പറയുന്നത് ഒരു ചെറിയ മൗന സമ്മതം പോലെയല്ലേ അതവർ സമ്മതിക്കല്ലേ ചെയ്യുന്നത്. ഇതാണോ ഇത്രയും കാലം മാലാ പാർവതി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ശാക്തീകരണ പ്രവർത്തനം എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. മറ്റാരത് പറഞ്ഞാലും നമുക്കത് വിഷമം തോന്നില്ല. പക്ഷെ മാലാ പാർവതിയുടെ വാക്കുകളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള പ്രസ്താവനകൾ വളരെ വളരെ ദയനീയമാണ്.